ഹലോ, who's this? ഉസ്താദ്. ഉസ്താദ്, നീ എവിടെന്നാ? നിന്റെ തൊട്ടു പിന്നിൽ എന്റെ കയ്യെത്തും ദൂരത്ത് നീയുണ്ട്. നീ കാണില്ല, മയ്യത്തിന്റെ തലയ്ക്കരികിൽ കത്തിച്ചു വെക്കുന്ന ചന്ദനത്തിരികളുടെ മണം വരുന്നുണ്ടോ യൂസർ? ഇപ്പൊ എനിക്ക് മരണത്തിന്റെ രൂപമാണ്, മരണത്തിന്റെ രൂപവും നിറവും മണവും. തുലിയാർ മണിയൻ യൂസഫ് ഷാ, നീ എന്ത് കരുതി? അമ്മയുടെ ഗർഭപാത്രം പോലെ സുരക്ഷിതമായ ഒരു താവളമാണ് മിഡിൽ ഈസ്റ്റ് എന്ന്. ഇന്ത്യ എന്ന വാതിലുകൾ മുഴുവൻ മലർക്കെ തുറന്നിട്ട ഒരു മഹാരാജ്യത്തിനകത്ത് എന്ത് തന്തയില്ലായ്മയും കാണിക്കാം. എന്നിട്ട് ഇങ്ങോട്ട് പറന്നാൽ ഇവിടെ ഷേഖുമാരുടെ നീളം കുപ്പായത്തിനടിയിൽ സുഖം സുരക്ഷിതമെന്നോ? ഇല്ല യൂസഫ്, 5 നേരവും നമസ്കരിക്കുന്ന നല്ലവരായ സുഹൃത്തുക്കൾ എനിക്കിവിടെയുണ്ട്. ഞാൻ നിന്നെ കൊല്ലുന്ന നിമിഷത്തിനായി പ്രാർത്ഥിക്കുന്ന എന്റെ സുഹൃത്തുക്കൾ. പൊറുക്കാവുന്നതെല്ലാം ഞാൻ പൊറുത്തിട്ടേ ഉള്ളൂ. പക്ഷെ ഒന്നിനു പുറകെ ഒന്നായി നീ കളി നിർത്താതെ കളിക്കുകയായിരുന്നില്ലേ? ഇനി എന്റെ ഊഴമാണ്. ഗെറ്റ് റെഡി ഫോർ ദ എൻഡ് ഗെയിം, യു സൺ ഓഫ് എ ബിച്ച്. ഇതിനകത്ത് ചത്ത് വേണ്ടെങ്കിൽ സ്റ്റാർട്ട് ദ കാർ. Come on, you dirty pig. Get out.
ശത്രുവിന് മാപ്പ് നൽകാൻ തയ്യാറായ വിഡ്ഢിത്തം ഞാനൊരിക്കൽ കാണിച്ചു. അപ്പൊ നീ എന്റെ വലത്ത് കൈയിലെ എല്ലിന്റെ ബലം പരിശോധിച്ചു. ഇനിയുമില്ല. ഇനിയും എന്റെ ജീവിതം ലക്ഷ്യമാക്കി നീ വരാതിരിക്കാൻ, ഇനിയും എന്റെ നേരെ നീ ഒരു ചെറു വിരൽ പോലും അനക്കാതിരിക്കാൻ യൂസഫ്, എണ്ണക്കിണറുകളെ ഗർഭം ധരിച്ചു കിടക്കുന്ന ഈ മണൽക്കാട്ടിൽ നിന്ന് പരമകാരുണികനായ അള്ളാഹു നിനക്ക് ആയുസ് നീട്ടിത്തന്നാൽ മാത്രം നീ എഴഞ്ഞെഴഞ്ഞെഴഞ്ഞു വാ. എന്താ ചൂട് കോയമ്പത്തൂര്, ശിവനേ ശിവനെ. ഉസ്താദ്, അങ്ങനെ ഒരു പേരുണ്ട് എന്റെ ഏട്ടന്. കേൾക്കുന്നവർക്കൊക്കെ പേടി തോന്നുന്ന, മീശയൊക്കെ പിരിച്ച് കണ്ണൊക്കെ ചോപ്പിച്ച്. പറയൂ ഏട്ടാ. എന്താ കഥ? ഉസ്താദ് എന്ന് വെച്ചാൽ ദാ മുകളിലിരിക്കുന്ന സാക്ഷാൽ പരമേശ്വരനല്ലേ ഉസ്താദ്? താഴെ ഇരിക്കുന്ന ഈ പരമേശ്വരൻ പാവമല്ലേ? നിനക്ക് എന്നെ അറിയില്ലേ മോളെ? എനിക്ക് അങ്ങനെയൊക്കെ ആകാൻ കഴിയുമോ? അത് ആരൊക്കെ പറഞ്ഞാലും ഞാൻ വിശ്വസിക്കുകയില്ല. എനിക്കറിയാം എന്റെ ഏട്ടനെ. ചുമ്മാ